നടത്തിയല്ലോ. അതിനായിട്ട് സ്തോത്രം ചെയ്യാം. ഞാൻ അധികം സമയമെടുക്കാതെ തന്നെ അത് സമയത്ത് തന്നെ തീർക്കാനായിട്ട് നോക്കാം. ഞാൻ ഇന്ന് എടുക്കുന്ന ഭാഗം നേരത്തെയും ഞാൻ വേറെ വിധങ്ങളിലായിട്ട് ഈ ഭാഗത്തെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 2 ക്ലാസ്സുകളായിട്ടോ മറ്റോ ഇത് എടുത്ത് തീർക്കാം. ഞാൻ ഉദ്ദേശിച്ചത് 2025 നമ്മൾ കടന്നു പോകുമ്പോൾ 2025 പുതിയൊരു വർഷമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷം എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമൊന്നും അല്ലെങ്കിൽ തന്നെയും നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ തന്നെയാണ് കർത്താവിലായിരിക്കേണ്ടത്. എങ്കിൽ തന്നെയും നമുക്കൊരു പുതിയ വർഷം തുടങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരല്പം എന്തോ ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? നമ്മളൊരു നല്ലതായിട്ടൊന്ന് തുടങ്ങാം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ദൈവവുമായിട്ടൊരു നല്ല ആഴമേറിയ ബന്ധം നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പല രീതികളിൽ ഈ വിഷയങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൈകാര്യം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇന്ന് കുറച്ചുകൂടി നമുക്ക് ആഴത്തിൽ അതിനെ പഠിക്കാനായിട്ട് നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കടന്നു വരുവാനും അത് അടിയനത് പ്രസംഗിക്കുമ്പോൾ കർത്താവെ, അത് പറയുമ്പോൾ കർത്താവെ, അടിയനും അതുപോലെ തന്നെ കേട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് പ്രയോജനപ്രദമായി തീരുവാനും കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. നമുക്കൊരു ഭാഗം വായിക്കാം. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 3-ാമത് അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യമാണത്. തിമോത്തിയോസ് തെസ്സലോനിക്ക സഭയെക്കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫ് അപ്പോസ്തലനായ പൗലോസിന് കൊടുക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. ഈ കാര്യം കേട്ടതിന് ശേഷം തെസ്സലോനിക്ക സഭ എന്താണ്, തെസ്സലോനിക്ക സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിനുണ്ടായ സന്തോഷമാണ് നമ്മളിവിടെ ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സഹോദരന്മാരെ, ഞങ്ങളുടെ സകല കഷ്ടത്തിലും സങ്കടത്തിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആശ്വാസം പ്രാപിച്ചു. വളരെ ഒരു സന്തോഷം ജനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇവിടെ നമ്മൾ നോക്കിയാൽ സകല കഷ്ടത്തിലും സകല പ്രയാസത്തിലും സകല സങ്കടങ്ങളിലും നിങ്ങളുടെ വിശ്വാസം ഹേതുവായി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ഇരിക്കുന്നത് ഇപ്പോൾ പല വിധങ്ങളിലുള്ള പ്രയാസങ്ങളിലും കഷ്ടങ്ങളിലും ആകസ്മികമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലുമൊക്കെ ആണെങ്കിലും നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സഹായങ്ങളെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, നിങ്ങളുടെ വിശ്വാസത്തെ കാണുമ്പോൾ എനിക്ക് വളരെ ആശ്വാസം ഉണ്ടാകുന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നതായിട്ടുള്ള കാര്യം. നമുക്കിവിടെ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസം ഹേതുവായി എന്നൊരു വാക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസം അവിടെ പ്രകടമാകുന്നത് എങ്ങനെയാണ്? ഈ പ്രകടമാകുന്ന വിശ്വാസം എന്ന് പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്, ആഴത്തിൽ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്ന ഒരു സഭയായിരുന്നു തെസ്സലോനിക്ക സഭ. ആഴത്തിൽ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് കഷ്ടതകളിലും പ്രയാസങ്ങളിലും അവർക്ക് അവരുടെ ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞത്. നമ്മൾ യാക്കോബ് എഴുതിയ ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് പറയും. എന്താണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി? ഇതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കഷ്ടതകളിലും പ്രയാസങ്ങളിലും ഒക്കെ ദൈവത്തിലുള്ള വിശ്വാസം മുൻനിർത്തിക്കൊണ്ട്, അതിനെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് ഒരു പ്രയോറിറ്റി, മുൻഗണന കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. സൽപ്രവൃത്തിയെക്കുറിച്ചല്ല യാക്കോബ് എഴുതിയ ലേഖനത്തിൽ അവിടെ പ്രസ്താവിക്കുന്നതായിട്ടുള്ള കാര്യം. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സൽപ്രവൃത്തിക്കൊക്കെ അത് നമ്മുടെ ഒരു സ്വഭാവമായിട്ട് മാറേണ്ട കാര്യമാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ഒരാളുടെ സ്വഭാവമാണ് സൽപ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. നിങ്ങളെ സൽപ്രവൃത്തിക്കായിട്ടാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ.
രക്ഷിച്ചത് തന്നെ അതിനു വേണ്ടിയിട്ടാണ്, വേറൊന്നിനും വേണ്ടിയിട്ടല്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, ആഴത്തിൽ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഇൻറ്റിമസി ഉള്ള, ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ഉള്ള ഒരു ബന്ധം നമുക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആംപ്ലിഫൈഡ് വേർഷൻ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്, യുവർ ഫെയ്ത്ത് ലീനിങ് ഓഫ് യുവർ ഓൾ പേഴ്സണാലിറ്റി. ലീനിങ് എന്ന് പറഞ്ഞാൽ ലീനിങ്, ചായുന്നു. നിങ്ങളുടെ ഓൾ പേഴ്സണാലിറ്റി, നിങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള വ്യക്തിത്വം ദൈവത്തിലേക്ക് ലീൻ ചെയ്യുന്നു, ദൈവത്തിലേക്ക് ചായുന്നു എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്. അതെന്താണ് കാണിക്കുന്നത്? കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ കോൺഫിഡൻസ്. അതിന് പറയുന്ന പേരാണ് മലയാളത്തിൽ എന്ത് പറയും? നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു വാക്കാണത്. എന്താണ് ട്രസ്റ്റിൻ്റെ മലയാളം? ആശ്രയ വിശ്വാസം. അപ്പൊ ഈ ആശ്രയ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? റിലേഷൻഷിപ്പ് വേണം, ഇൻറ്റിമസി വേണം. വെറും ബന്ധം പോരാ, ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് നമ്മൾ കടന്ന് വരണം. അത് ആവശ്യമാണ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്കുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വെൽക്കം മാത്യു. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 1-ാമത് അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? യാക്കോബ് എഴുതിയ ലേഖനം അതിൻ്റെ 1-ാമത് അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെ ഒരിക്കലും മറന്നു പോകരുത്. സകല വിധത്തിലുള്ള നാനാവിധങ്ങളിലുള്ള പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നാനാവിധത്തിലുള്ള ബഹുവിധമായിട്ടുള്ള പരീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അടുത്തെന്താണ്? വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ശ്രദ്ധിച്ചോണം. അവിടെയും പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതശേഷം സന്തോഷം എന്ന് എണ്ണുവിൻ. ആലോചിച്ച് നോക്കി, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുകയും ആ വിശ്വാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് പല വിധങ്ങളിലുള്ള പരീക്ഷകൾ നേരിടുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രതികരണം അതിനോട്? ഈ പ്രതികരണം നമ്മളെ എന്തിലേക്കാണ് കാണിക്കുന്നത്? നമ്മുടെ ഇൻറ്റിമസിയിലേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ വിശ്വാസവും ഇൻറ്റിമസിയും വളരെ വളരെ ചേർന്നിരിക്കുന്ന ഒരു പദമാണ്. വിശ്വാസവും ഇൻറ്റിമസിയും ചേർന്നിരിക്കുന്ന ഒരു പദമാണ്. ആഴത്തിലുള്ള ബന്ധമില്ലാതെയുള്ള വിശ്വാസങ്ങൾ ഒന്നും വിശ്വാസമായിട്ട് എനിക്ക് കണക്കിടാൻ പറ്റുന്നില്ല, ബൈബിൾ കണക്കിടുന്നില്ല. പല എക്സാമ്പിൾസ് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കിവിടെ അറിയാം, ഒരു ബ്ലോക്ക് പുണ്യാളനുണ്ട് ഇവിടെ, അല്ലേ? സെൻറ്റ് ആൻ്റണീസ് ചർച്ച്. ഇപ്പം അത് ചിലർ പറയുന്നു അത് ആ സെൻറ്റ് ആൻ്റണീസിൻ്റെ ആ ഒരു ഇത് അങ്ങോട്ട് എടപ്പള്ളിയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയാണ് കൂടുതൽ ബ്ലോക്ക് എന്നാണ് പറയുന്നത്. അവിടെ പോയിട്ട് മെഴുകുതിരി കത്തിക്കുന്ന ഹിന്ദു ആയിട്ടുള്ളവൻ, ക്രിസ്ത്യാനി ആയിട്ടുള്ളവൻ, മുസ്ലിം ആയിട്ടുള്ളവൻ അവിടെ പോയി മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. അവൻ അവിടെ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ പറയുകയാണ് ഇവൻ്റെ വിശ്വാസമൊന്ന് നോക്കിയേ എന്നാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലല്ലോ അവിടെ മെഴുകുതിരി കത്തിക്കുന്നത്. വിശ്വാസമില്ലാഞ്ഞിട്ടല്ലല്ലോ വണ്ടി കയറി അവിടുന്നും ഇവിടുന്നും ഒക്കെ വന്നിട്ട് പൈസ കൊടുത്ത് മെഴുകുതിരി വാങ്ങിച്ചിട്ട് അതിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ചിട്ട് അവിടെ നമസ്കരിക്കുന്നു, അവിടെ തൊഴുന്നു, അവിടെ കരയുന്നു, കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് അതിനെ മെഷർ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ഒരു വിശ്വാസമാണോ നമുക്കുള്ള വിശ്വാസം? ഞാൻ പറയുന്നത് മെഴുകുതിരി കത്തിക്കുന്നത് മാറ്റിവെക്ക്. ആ മെഴുകുതിരി കത്തിക്കുന്നത് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള തരത്തിലുള്ള വിശ്വാസമാണോ നമ്മുടെ വിശ്വാസം? ഒന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ. അതാണെങ്കിൽ, ആ വിശ്വാസമാണെങ്കിൽ, അത്തരത്തിലുള്ളൊരു വിശ്വാസമാണെങ്കിൽ ഇൻറ്റിമസി ഇല്ലാത്തൊരു വിശ്വാസമാണ്. ആഴത്തിൽ ദൈവവുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ലാത്ത ഒരു വിശ്വാസമാണ് നമ്മൾ
ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. വിവിധ പരീക്ഷകൾ നിങ്ങൾ ഏർപ്പെടുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാതിരിക്കുമ്പോൾ, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കാതിരിക്കുമ്പോൾ, എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ടെന്ന് പറയുകയും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കാരണം നമുക്ക് ഇൻറ്റിമസി ഇല്ല ദൈവത്തോട്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസം? വെറുമൊരു വിശ്വാസമാണോ? വെറുമൊരു വിശ്വാസമല്ല. ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ നിന്ന് ദൈവത്തിലേക്ക് ലീൻ ചെയ്യുവാൻ, ദൈവത്തിലേക്ക് ചാരുവാൻ, ദൈവത്തെ മാത്രം ആശ്രയിപ്പാൻ, ദൈവത്തിൽ മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് നിൽപ്പാൻ ഞാനും നിങ്ങളും ശ്രമിക്കുമ്പോഴാണ് നമ്മുടെയും നിങ്ങളുടെയും ശരിയായ വിശ്വാസം റിയലി കടന്നു വരുന്നത്. അതുകൊണ്ടാണ് യാക്കോബ് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ അനവധി പരീക്ഷകൾ കടന്നു വരും. അത് ചിലപ്പോൾ മാതാവിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, പിതാവിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നായിരിക്കും, ബോസിൻ്റെ കയ്യിൽ നിന്നായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങളായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും വിട്ടുപോകുന്നതായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും മരണപ്പെട്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കും, നിങ്ങൾ രോഗത്താൽ പിടിപ്പെടുന്നതായിരിക്കും. എന്തെല്ലാം വിഷയങ്ങൾ ഈ ലോകത്തിൽ കടന്നു വരുന്നു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുവാൻ, നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ എന്തെല്ലാം പരീക്ഷകൾ കടന്നു വരുന്നു. ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസം ഹേതുവായി എത്രയോ പീഡനങ്ങൾ നിങ്ങൾ ഏൽക്കുന്നു. നിങ്ങൾക്ക് ആരാധിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, ഉറക്കെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങൾ നിങ്ങൾക്കുണ്ടായേക്കാം. എന്തെല്ലാം വിധത്തിലുള്ള പ്രയാസങ്ങൾ, പരീക്ഷകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു. ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവത്തോടുള്ള ഇൻറ്റിമസി, ആഴത്തിലുള്ള ബന്ധം നമുക്ക് നഷ്ടപ്പെട്ടാൽ നമ്മൾ ആ പരീക്ഷകളിൽ അകപ്പെട്ട് സ്ഥിരത ഇല്ലാത്തവരായിത്തീരും. നമ്മളെക്കുറിച്ച് ദൈവം എന്താ പറയുന്നത്? സ്ഥിരത ഉണ്ടാകണം. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്തിട്ട്, ചിലരൊക്കെ ഉറങ്ങുന്നുണ്ട്, കരം കൊടുത്തിട്ടൊന്ന് പറഞ്ഞാട്ടെ, സ്ഥിരത ഉളവാക്കണം. സ്തോത്രം. സ്ഥിരത ഉളവാക്കണം. ഉറങ്ങുന്നവരെ കുറ്റം പറയാൻ പറ്റുമോ? 11:45 ഒരു പാസ്റ്റർ കയറി വന്നിട്ട് തട്ടുതൊളിപ്പം പ്രസംഗം നടത്താൻ വന്നു കഴിഞ്ഞാൽ ഉറങ്ങുകയല്ലാതെ പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ? തോമസ് ചേട്ടനുണ്ടോ അവിടെ? ഇല്ല. ഉണ്ട്. ഇല്ല, തോമസ് ചേട്ടൻ കടന്നു വരുന്ന പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ അത്രയും സെക്യൂരിറ്റി വേറെ ഒരിടത്തുമില്ല, അതുകൊണ്ട് പിന്നെ ഉറങ്ങല്ലാതെ പിന്നെ എന്ത് ചെയ്യും? വേറെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി കുറവാണ്. സെക്യൂരിറ്റി ഉണ്ടെങ്കിലേ നമുക്ക് ഉറക്കം വരുള്ളൂ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി. നമ്മൾ ഉത്തർപ്രദേശിൽ കടന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഇല്ല കേട്ടോ. പള്ളിയിൽ എപ്പോഴാണ് അവർ കയറി വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പണ്ട് നെഹമ്യാവ് മതിൽ പണിത പോലെയാണ് അവരൊക്കെ നിൽക്കുന്നത്. എങ്ങനെയാണ് മതിൽ പണിതത് നെഹമ്യാവ്? ഒരു കയ്യിൽ വാളാണ്, ഒരു കയ്യിൽ തൂമ്പയും, ഒരു കയ്യിൽ കട്ടയും വെച്ചുകൊണ്ടാണ് പണിതത്. നമ്മൾ അതുപോലെ ഇരിക്കേണ്ടുന്ന സാഹചര്യം പ്രിയമുള്ളവരെ വരും അല്ലേ ജയേഷ് ബ്രദർ? അതുപോലെ ആകേണ്ടുന്ന സാഹചര്യം ഞങ്ങൾ വരുമ്പോൾ മാത്രമേ നമ്മൾ പഠിക്കുള്ളൂ ഉറങ്ങാതിരിക്കാനും ഒക്കെ അല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ധൈര്യമായിട്ട് ഉറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ യാക്കോബ് എന്താ പറയുന്നത്? യാക്കോബ് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകണമെന്നുണ്ട് എങ്കിൽ പരീക്ഷകൾ ഉണ്ടാകണം. ഈ പരീക്ഷകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ദൈവത്തോട് അടുത്ത് നിൽക്കുവാൻ തക്കവണ്ണം എന്നെ പഠിപ്പിക്കുന്ന ഒരു ഗുണം എന്നിലേക്ക് അങ്ങ് കടന്നു വരും. അത് എത്രയോ നല്ല കാര്യമാണ്. സ്തോത്രം. അതുകൊണ്ട് എന്തും വന്നോട്ടെ, എനിക്കൊരു പ്രയാസമില്ല എന്ന് പറയുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ട്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമാണ്. ഈ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ഇല്ല. നിങ്ങൾ നോക്കി, ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി. ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലേ സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധവുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ യോജിപ്പിക്കാൻ കാര്യം? ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ
ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആരുമായിട്ടാണ്? ഹസ്ബൻഡ് ആൻഡ് വൈഫാ. ഏറ്റവും കൂടുതൽ ഇന്റിമസി എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്നത് സ്പൗസ് തമ്മിലാണ്. ഹസ്ബൻഡും വൈഫും, വൈഫും ഹസ്ബൻഡും തമ്മിലാണ്. അതുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്. ഈ ഇൻറ്റിമസി എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത്? ട്രസ്റ്റിലല്ലേ ബിൽഡ് ചെയ്യുന്നത്. വൈഫിന് ഭർത്താവിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇൻറ്റിമസി ബിൽഡാവുമോ? ഭർത്താവിന് വൈഫിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ഇൻറ്റിമസി ബിൽഡാവുമോ? ഇല്ല. അപ്പോൾ ഈ ബന്ധം ആഴത്തിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് വർദ്ധിപ്പിച്ചു കൊണ്ടുവരേണ്ടത്? ദൈവത്തോടുള്ള ആഴമേറിയ ബന്ധം. അതുകൊണ്ടാണ് 2025 നമ്മൾ കടന്നു പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് എന്താണെന്ന് കരുതി മനസ്സിലാക്കി ഞാൻ ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരുവാൻ ഞാൻ ശ്രമിക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഒരു കാര്യവും നടക്കത്തില്ല. സങ്കീർത്തനം 73:8 നമ്മൾ വായിക്കുമ്പോൾ, 8 എനിക്ക് തോന്നുന്നു 18 അല്ലെങ്കിൽ 28. സങ്കീർത്തനം 73:18 നോക്കിയാട്ടെ. ഫോർ മീ ഇറ്റ് ഈസ് ഗുഡ് ടു ബി നിയർ ടു ഗോഡ്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷം. എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ദൈവത്തോട് അടുത്തിരിക്കാനായിട്ട്? ദൈവത്തോട് അടുത്തിരിക്കാനായിട്ട് യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ്? യാക്കോബ് 4:8 നമ്മൾ 7-8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുക, എന്നാൽ നിങ്ങളോട് ദൈവം അടുത്ത് വരും. സ്തോത്രം, ഹല്ലേലൂയ. സങ്കീർത്തനം 73:28 എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. നമുക്ക് 2025 ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഞാനിത് പറയുമ്പോൾ ഇതുവരെ നിങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നൊന്നും അർത്ഥത്തിലൊന്നും അല്ല. ഐ എം നോട്ട് ഗോയിങ് ടു ജഡ്ജ് യു, ബട്ട് ലെറ്റ് us again നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ വിശ്വാസത്തെ? കർത്താവ്, നിന്നോട് അടുത്തിരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എനിക്കൊന്ന് വരണം. നിന്നോട് അടുത്തിരിക്കാൻ എനിക്കൊന്ന് പറ്റണം. യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവത്തോട് അടുത്ത് ചെല്ലണം, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. അപ്പം അടുത്ത് ചെല്ലാനുള്ള പ്രയാസം എന്താണ്? അവിടെ പറയുന്നുണ്ട്, പാപികളെ നിങ്ങൾ കൈകളെ വെടിപ്പാക്കുവിൻ. കൈകളെ വെടിപ്പാക്കുക എന്ന് പറഞ്ഞാൽ ചോറുണ്ണനേക്ക് മുമ്പ് കൈ കഴുകുന്നതിനെ കുറിച്ചാണോ പറയുന്നത്? കൈകളെ വെടിപ്പാക്കുക. കൈകൾ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയാണ് കാണിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളെയാണ് കാണിക്കുന്നത്. അതിനെ വെടിപ്പാക്കുവാൻ തക്കവണ്ണം നമുക്കൊരു ശ്രമം വേണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾ എല്ലാം ഒന്ന് നിർത്തണം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസിൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഇൻറ്റഗ്രിറ്റി ഇല്ലായ്മ, ആത്മാർത്ഥത ഇല്ലായ്മ, അതൊക്കെ ഒന്ന് നിർത്തണം, മാറ്റിവെക്കണം. നമുക്കൊന്നും ദൈവത്തോട് ചേരണ്ടേ? ദൈവത്തോട് അടുത്ത് നിൽക്കണ്ടേ? അവിടെ പറയുന്നു ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണ്ടേ നമുക്ക്. എങ്ങനെയാണ് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത്? ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:8-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താ വായിക്കുന്നത്? നിങ്ങൾ നിർമ്മലമായത് എപ്പോഴും ചിന്തിക്കണം, നിങ്ങൾ എപ്പോഴും രമ്യമായത് ചിന്തിക്കണം, നിങ്ങൾ എപ്പോഴും ഘനമേറിയത് ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കാൻ നമുക്ക് ശ്രമമുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ശ്രമമുണ്ടോ? ഞാൻ ഈ സമയത്ത് നിങ്ങളോടും ചോദിക്കട്ടെ, നമ്മുടെ രക്ഷയെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഈ രക്ഷ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടോ? നിങ്ങൾ യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പ്രത്യേകമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. നമ്മളെല്ലാം ഒരുപാട് ഇമോഷണലി നമുക്ക് പല കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ഇമോഷണലി നമ്മൾക്ക് എന്തൊക്കെ നമുക്ക് തൃപ്തി വരുത്തുന്നു അതേ നമുക്ക് താല്പര്യമുള്ളൂ. ചർച്ച വന്നു കഴിഞ്ഞാൽ വർഷിപ്പ്, പാട്ട്, ഇതാണ് നമുക്ക് കൂടുതൽ താല്പര്യം. വേർഡ് കേൾക്കാൻ നമുക്ക് അധികം താല്പര്യം ഉണ്ടാവില്ല. വല്ല ഡാൻസോ മറ്റോ ഉണ്ടെങ്കിൽ വലിയ സന്തോഷമായിരിക്കും. ഒരു ഇമോഷണൽ പഫപ്പാണ് നമ്മളിപ്പോൾ ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പാസ്റ്റർ അസൂയ പറയാമെന്നൊന്നും വിചാരിക്കരുത്. നമുക്കിങ്ങനെ പോയാൽ മതിയെന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. ഒരു ഓർഗൻ്റെ കൂടെ ഒരു തട്ടുവെളിപ്പൻ സാധനവും കൂടെ വന്നാൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പക്ഷേ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമേലായിരിക്കും കൂടുതലും പ്രയോഗം നടക്കുന്നത്. ആ കൂട്ടത്തിൽ കുറച്ച് വാദ്യോപകരണം എല്ലാം കൂടെ ചേർത്ത് വന്നു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നമുക്കിതൊക്കെ സന്തോഷം ജനിപ്പിക്കുന്ന, ഇമോഷണലി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, അതാണോ നമുക്ക് വേണ്ടിയത്? നമുക്ക് വളരെ കുറച്ച് സമയങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. ഈ സമയങ്ങൾ നമ്മൾ ട്രൂത്ത്ഫുള്ളായിട്ട് ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനം ശരിക്ക് ശ്രവിപ്പാനും എൻ്റെ രക്ഷയെ ഒന്ന് കാര്യമാത്ര പ്രസക്തമായി മനസ്സിലാക്കാനും എനിക്ക് ശ്രമമുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടുന്നൊരു കാര്യം. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും നിർമ്മലമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിക്കണം, ഹൃദയത്തെ ശുദ്ധീകരിക്കണം. ദൈവം അതാ പറയുന്നത്. എന്താ പറയുന്നത്? ദൈവത്തോട് അടുത്ത് നിൽക്കാൻ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളായി പറയുന്നത്. നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ് എന്നെ അകറ്റി നിർത്തുന്നത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എനിക്ക് ഒരു അകലം വന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് പ്രശ്നമുണ്ടായത്? നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മൾ ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്ത് നമുക്ക് 2025 ഒന്ന് കയറി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതമേറിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയും. ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിൽ പലരും വിശ്വസിക്കുന്ന കാര്യങ്ങളുണ്ട്. പലർക്കും ഈ ദൈവത്തോട് ഇൻറ്റിമസി വരണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ? അവരൊക്കെ ചിന്തിക്കുന്നത്, എന്നാൽ പിന്നെ ഒരു 41 ദിവസം അങ്ങോട്ട് ഉപവാസം എടുക്കുക. അതിപ്പോൾ ഈ ചർച്ചയിലാണെങ്കിൽ 41 ദിവസം ഉപവാസം പോയിട്ട് ഒരു ദിവസം ഉപവാസവും ഇല്ല. ഉണ്ടോ? ഇല്ല. അനിൽ ആപ്പടെ ഷോക്കഡായിട്ടിരിക്കുന്നത്. ശരിയാണ് പാസ്റ്റർ, എന്താ ഈ പറയുന്നതെന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പം എന്താ പിന്നെ 41 ദിവസം ഉപവാസമുള്ള സ്ഥലത്തേക്ക് അങ്ങ് പോയേക്കാം. അവിടെ ഉപവാസത്തിന് വരുന്ന 41 ദിവസവും 41 പേരുടെ അവിടെ മുമ്പിൽ വലിയ ഇതുണ്ട്. പിന്നെ യൂട്യൂബ് വഴിയുണ്ട്, മറ്റേ ഫേസ്ബുക്ക് വഴിയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പാസ്റ്റർ അത് വരുന്നു, പാസ്റ്റർ ഇത് വരുന്നു, പ്രവചനം തരുന്നു, അത് തരുന്നു, ഇത് വരുന്നു, സന്തോഷം. അപ്പോൾ അതെല്ലാം കേൾക്കാനായിട്ട് എസ്തെറ്റിക്, അതായത് വൈകാരികമായ തലത്തിൽ എന്നെ പ്രീണിപ്പിക്കുവാനും അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസൻസ് ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ആയിരുന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രസൻസിൽ എനിക്ക് നിൽക്കാൻ കഴിയുമെന്നുള്ള ചിന്ത കൊണ്ട് അങ്ങ് ഓടുക. ഒട്ടും ശരിയല്ല. അതൊക്കെ ശരിയാ, അത് വേറെ സംഗതികളാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ചിന്തയാണ്. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ, നമ്മുടെ ഓൾസം പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയാണ് നമ്മൾ കാണേണ്ടത്. നമുക്കൊരു ഫാസ്റ്റിംഗ് പ്രയർ ഇരിക്കുന്നത് തെറ്റല്ല എന്നല്ല പറഞ്ഞത്. ഫാസ്റ്റിംഗ് പ്രയറൊക്കെ വേണം നമുക്ക്. അതിനുള്ള സൗകര്യവും സാഹചര്യവും അതിനുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ടും നമ്മളത് പോകാനായിട്ടും നമ്മളത് ഇരിക്കാനായിട്ടും ഒക്കെ താല്പര്യം വരണം. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തോട് ചേർന്ന് ഇരിക്കാനുള്ള ഒരു പ്രവണതയാണ്. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള പ്രവണതയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പെട്ട് പ്രയാസം അനുഭവിക്കുന്ന അനേകരെ എനിക്കറിയാം. ഇന്ന് രാവിലെയും കൂടെ ഞാനൊരു സഹോദരിയെ കണ്ടു. ഇന്ന് രാവിലെ നമ്മുടെ ചർച്ചിൽ പുതുതായിട്ട് വന്ന ഒരു സഹോദരി, അവിടുത്തെ ചർച്ചിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടന്നുപോയി പ്രശ്നവും പ്രയാസവും ദുഃഖവും എല്ലാം നേരിട്ട് ആകെ ഫ്രസ്ട്രേറ്റഡ് ആയി, ആകെ ഹർട്ടായിട്ട് വന്നിരിക്കുക. ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളായത്. അതുപോലെ നമ്മൾ ചിന്തിക്കും, ഓക്കെ
ഭയങ്കരമായിട്ടുള്ള പാട്ടും അതും ഇതും ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു പ്രസൻസിലേക്ക് എന്നെ എത്തിക്കും എന്നുള്ള ചിന്തയിലാണ്, എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അതും നമ്മളെ തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിയിലേക്കൊന്നും എത്തിക്കാൻ പോകുന്നില്ല, ഒരു രീതിയിലും എത്തിക്കത്തില്ല. എസ്തെറ്റിക് മെത്തഡോളജി എന്നാണ് അതിന് പറയുന്നത്. അതൊക്കെ ഉപയോഗിക്കുന്ന ചർച്ചകളുണ്ട്, ആ രീതിയിൽ പോകുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ ലൈഫ് എവിടെയാണ് നിൽക്കുന്നത്? നമ്മുടെ കൺവിക്ഷൻ എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കൺവിക്ഷൻ എന്താണ്? നമ്മൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് ദൈവത്തോട് അടുത്ത് നിൽക്കാനും ദൈവത്തിലായിരിക്കാനും നമ്മൾ എങ്ങനെയാണ്, നമ്മുടെ കൺവിക്ഷൻ എന്താണ്? കർത്താവ് പറഞ്ഞു, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ആരാ സത്യം എന്ന് പറയുന്നത്? കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവാണ്. ഈ ലോകത്തിൽ ആരെങ്കിലും ഒരാള് വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ് വളരെ കോൺഫിഡൻസോടുകൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകെപ്പാടെ ഒറ്റ വ്യക്തിയുള്ളൂ, അത് യേശുവാണ്. ഈ യേശുവുമായിട്ടുള്ള ഇൻറ്റിമസിയെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഈ വഴിയെക്കുറിച്ചും ഈ സത്യത്തെക്കുറിച്ചും ഒരു ഉത്തമ ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അത് കൺവിൻസ്ഡ് ആണോ? നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ കൺവിൻസ്ഡ് ആണോ? എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതലുള്ള വാക്യം നമുക്കൊന്ന് നോക്കാം, പെട്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പല പ്രാവശ്യം എടുത്തിട്ടുള്ളൊരു വാക്യം, പക്ഷേ എത്രത്തോളം അത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പതിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. ഞാനത് വീണ്ടും വീണ്ടും എടുക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. നമ്മുടെ രക്ഷയെക്കുറിച്ചൊരു കൺവിക്ഷൻ ഉണ്ടോ? നവീൻ, ജോഷുവ, രക്ഷയെക്കുറിച്ചുള്ള കൺവിക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ. യേശു ആരാന്നാ പറഞ്ഞേക്കുന്നത്? ഐ ആം ദ ട്രൂത്ത്. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ടു. നിങ്ങളുടെ രക്ഷ എങ്ങനെയാണ് തുടങ്ങിയത്? എൻ്റെ രക്ഷ എങ്ങനെയാണ് തുടങ്ങിയത്? നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷ എങ്ങനെയാണ് തുടങ്ങിയത്? സത്യമുള്ളതുപോലെ യേശുവിനെ കുറിച്ച് കേട്ടു, അവനെ കുറിച്ചുള്ള ഉപദേശം ലഭിച്ചു. അതാണ് ആദ്യം എൻ്റെ ജീവിതത്തിൽ ലഭിച്ചത്. ശരിയാണോ? ഐ റിസീവ്ഡ് ദ ട്രൂത്ത്. ഐ അണ്ടർസ്റ്റുഡ് ദ ട്രൂത്ത്. ഐ റിയലൈസ്ഡ് ഇൻ ജീസസ് ദെയർ ഈസ് ട്രൂത്ത്. യേശുവിൽ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി. എനിക്ക് ആ അറിവ് ആദ്യം ലഭിച്ചു. എനിക്ക് ആദ്യം ആ കേൾവി എനിക്ക് ലഭിച്ചു. തുടർന്ന് എന്ത് സംഭവിച്ചു? നമ്മുടെ രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. തുടർന്ന് എന്ത് സംഭവിച്ചു നമ്മുടെ ജീവിതത്തിൽ? എന്താണ് സംഭവിച്ചത്? നിങ്ങളോ വരുന്നില്ലല്ലോ മോനെ. ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചു. യേശുവിനെ കുറിച്ച് കേട്ടു, യേശുവിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കി. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു? നിങ്ങളിലുള്ള അസത്യങ്ങളെ പൂർണ്ണമായിട്ടും നിങ്ങൾ സത്യമായി പരിണമിക്കുവാൻ തക്കവണ്ണം അനുഭവത്തിലേക്ക് നിങ്ങൾ പോയി, എക്സ്പീരിയൻസിലേക്ക് നിങ്ങൾ പോയി. നിങ്ങൾ പറഞ്ഞു മനസ്സിലായി, എൻ്റെ ജീവിതം അത്ര പോരാ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ മദ്യപിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പല കാര്യങ്ങൾ എനിക്ക് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കി, ഞാനൊരു പുതിയ മനുഷ്യനെ ധരിക്കാതെ പറ്റത്തില്ല എന്നെനിക്ക് മനസ്സിലായി. അനുഭവത്തിലേക്ക് ഞാൻ പോയി, എക്സ്പീരിയൻസിലേക്ക് ഞാൻ പോയി. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമായത്. യേശുവിൽ സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ പുതിയ അനുഭവത്തിലേക്ക് പോയി. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് നോക്കി. ഈ അനുഭവം മതിയോ? ഈ അനുഭവം കൊണ്ട് കാര്യമുണ്ടോ? ഈ അനുഭവങ്ങൾ ആണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ
ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. എന്താണ് സംഭവിക്കാത്തത്? പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ടില്ല. ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും എന്ത് കിടപ്പുണ്ട്? പഴയ മനുഷ്യൻ കിടക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി തടസ്സം വരുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഈ പഴയ മനുഷ്യനെ ഉപേക്ഷിക്കാത്ത നമ്മുടെ രക്ഷയുടെ അനുഭവം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോഴും ഞാൻ പഠിച്ചതും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ കുടുംബത്തിൽ ജനിച്ചോ അതേ രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ട്. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു, ബൈബിൾ എന്ത് പറയുന്നു, ദൈവമായിട്ടുള്ള ഇൻറ്റിമസിയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു, എന്തൊക്കെ ലഭിക്കുന്നു എന്നുള്ളതൊന്നും ചിന്തിക്കാനും അതിനുള്ള സമയമൊന്നും എനിക്കില്ല. ലോകത്തിൽ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ സഭയായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ലോകത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? സംഭവിക്കുന്ന മറ്റൊന്നുമല്ല, പഴയ മനുഷ്യൻ ഇപ്പോഴും അവിടെ കിടക്കുക. എൻ്റെ അനുഭവങ്ങൾ പുതുക്കത്തിലേക്കും പുതിയ മനുഷ്യനെ ധരിക്കാനും ആണ് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇപ്പോഴും പഴയതിൽ കിടക്കുകയാണ്. കർത്താവ് എന്താ പറയുന്നത്? സത്യത്തിൻ്റെ ഫലമായിട്ടുള്ള, ശ്രദ്ധിച്ചോണം, സത്യം നമ്മൾ ആദ്യം വായിച്ചു അല്ലേ? സത്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു, അത് സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? സത്യത്തിൻ്റെ ഫലമായിട്ടുള്ള നീതിയും വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ, അടുത്ത വാക്യം 25-ാമത്തെ വാക്യം, പ്രേരിപ്പിക്കുന്നില്ല എങ്കിൽ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ, നാം തമ്മിൽ. ഇതല്ലല്ലോ, ഇത് എഫേഷ്യരാണ്. വാക്യങ്ങൾ മാറിപ്പോവാണല്ലോ. ഓക്കെ, ഞാൻ ഇത് തന്നെയാണ്. അതിന് മുകളിലത്തെ വാക്യം എടുക്കൂ. അതിന് മുകളിലത്തെ വാക്യം എടുക്കൂ. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചോളൂ. ഇവിടെ വരെ മതി കേട്ടോ ബ്രദർ, ഇവിടെ വരെ മതി. പുതു മനുഷ്യനെ ധരിക്കുന്ന അനുഭവം. പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് അതാണ് അനുഭവം എന്ന് പറയുന്നത്. നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടോണം. നിങ്ങളുടെ തലയിലൊന്ന് കൈവച്ചിട്ട് പറഞ്ഞ് അനുഭവം എന്ന് പറഞ്ഞ് എക്സ്പീരിയൻസ്. സ്തോത്രം. എക്സ്പീരിയൻസ് മനസ്സിലായോ? അപ്പം എങ്ങനെ എക്സ്പീരിയൻസ് ലഭിച്ചത്? സത്യത്തെക്കുറിച്ച് കേട്ടിട്ട്. എന്താണ് സത്യത്തെക്കുറിച്ച് കേട്ടത്? യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. അൻസുൻ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. കേട്ടപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം വരുത്താനായിട്ട്, പുതിയ മനുഷ്യനെ സ്വീകരിക്കാനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പോയി, ദൈവത്തിനോട് പാപം ഏറ്റു പറഞ്ഞു, അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായി, പുതിയ മനുഷ്യനെ ഞാൻ ഏറ്റെടുത്തു. അതിനുശേഷം എൻ്റെ ജീവിതത്തിലേക്ക് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് പുതിയ മനുഷ്യനെ ധരിക്കുന്ന പ്രക്രിയയിലേക്ക് ഞാൻ നടക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. അവിടെയാണ് ഇൻറ്റിമസിക്ക് തടസ്സം വരുന്നത്. അവിടെയാണ് നമ്മൾ ദൈവവുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് തടസ്സം വരുത്തുന്ന വിഷയം. അവിടെയാണ് കിടക്കുന്നത്. ഇപ്പോഴും എന്നെ പഴയ മനുഷ്യൻ്റെ ചിന്തകളാണ് എന്നെ ഇപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കണം? ലോകത്തിൽ എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ നല്ലത്? ലോകത്തോട് അനുരൂപപ്പെട്ടിരിക്കാനല്ലേ നല്ലത്? അങ്ങനെ പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. എന്നാൽ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചേക്കാം, കുഴപ്പമൊന്നുമില്ല, അതിലങ്ങ് നടന്നേക്കാം, പ്രശ്നമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ടു, മാറ്റമുണ്ടോ? മാറ്റമില്ല. മൂന്നാമത്തെ സംഭവം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം. അപ്പൊ നമുക്ക് കർത്താവുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസിക്ക് തടസ്സം നിൽക്കുന്ന വിഷയമെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, നമ്മളിൽ രൂപാന്തരം വന്നിട്ടില്ല. രൂപാന്തരം വന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൺവിക്ഷൻസിനെ മനസ്സിലാകും.
നമ്മുടെ വിഷൻ, ദർശനം നമുക്ക് മനസ്സിലാകും. ആൾക്കാർക്ക്, ഓരോ വ്യക്തികൾക്കും ദർശനത്തെ ബോധ്യമാകാനായിട്ട് കഴിയും. രൂപാന്തരത്തിൻ്റെ അവസ്ഥയിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകാതെ ഒരിക്കലും നമുക്ക് ദൈവത്തിൻ്റെ, യേശുവിൻ്റെ ദർശനത്തെ ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ആളെ കൂട്ടുന്ന ഒരു പ്രോസസ്സല്ല നമുക്ക് വേണ്ടത്. കൂടി വരുന്ന ആളുകൾ രൂപാന്തരപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യരായിത്തീരുന്ന പ്രോസസ്സാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. എത്ര പേര് യോജിക്കുന്നുണ്ട് എന്നോട്? ഐ ആം ഫോർ ദാറ്റ്. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്നെ ദൈവം അതിനാണ് വിളിച്ചിരിക്കുന്നത്. രൂപാന്തരത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും നടക്കാതെ, നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ ഇല്ലാതെ നമുക്കൊരിക്കലും ചിന്തകൾ മാറത്തില്ല, ചിന്താഗതികൾ മാറത്തില്ല. പഴയ ചിന്താഗതികൾ ഇപ്പോഴും നമ്മൾ വച്ചുകൊണ്ടിരിക്കും. പഴയ മൂരാച്ചിത്തരം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഞാനിപ്പോഴും പറയും അത്. ഒരു ഹിപ്പി ആയിട്ടുള്ള ഒരുത്തനെ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ, ഹിപ്പിയോ പൊട്ടു തൊട്ടുകൊണ്ട് ഒരു സ്ത്രീ കയറി വന്നു കഴിഞ്ഞാൽ, ഹൊയ് പൊട്ടു തൊടാവോ? ആ കൊച്ചു രക്ഷിക്കപ്പെട്ടോ, ആ കൊച്ചു രക്ഷിക്കപ്പെട്ടില്ലയോ, ആ കൊച്ചു എങ്ങനെയാണ് ദൈവത്തിൽ നടക്കുന്നത്, ഇതൊന്നും നമുക്ക് ചിന്തയില്ല. നമ്മുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അതേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെങ്ങനെയാണെങ്കിലും അതുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. പക്ഷെ നമ്മൾ ലോകത്തിലേക്ക് പോകാൻ പറ്റത്തില്ല. അവിടെ നമുക്ക് നിഷ്കർഷയുണ്ട്, അവിടെ നമുക്ക് ചില നിഷ്കർഷകളുണ്ട്, ചില ഡിസിപ്ലിൻസ് ഉണ്ട്. വി നീഡ് ടു ഫോളോ ദ ഡിസിപ്ലിൻസ്. പ്രിയമുള്ളവരെ, നിങ്ങളോട് പറയട്ടെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇൻറ്റിമസി ബിൽഡ് ചെയ്യാത്തതിൻ്റെ കാരണം എൻ്റെയും നിങ്ങളുടെയും രക്ഷയുടെ പ്രോസസ്സ് പ്രോപ്പറാണോ എന്ന് ചിന്തിക്കണം നമ്മൾ. ഞാൻ കേട്ടു, യേശുവിൽ സത്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സത്യമുള്ള യേശുവിനെ ഞാൻ തെരഞ്ഞെടുത്തു. പഴയത് മുഴുവൻ എനിക്ക് തെറ്റാണെന്ന് മനസ്സിലായി. ഞാൻ പുതിയ മനുഷ്യനെ ധരിക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഞാൻ പഴയതിനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കുന്ന രൂപാന്തരത്തിൻ്റെ പ്രോസസ്സിലേക്ക് കടന്നു പോകുവാൻ എന്ന് എനിക്ക് താല്പര്യം വരുന്നുവോ, അന്ന് ഞാൻ കർത്താവിലേക്ക്, ഇൻറ്റിമസിയിലേക്ക് ഞാൻ കടന്നു വരാനായിട്ട് എനിക്ക് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവർക്കും സന്തോഷമുണ്ടോ? സ്തോത്രം. ഞാൻ ഇച്ചിരി മുറിപ്പെടുന്ന വാക്കുകളൊക്കെയാണ് പറയുന്നത്, കുറച്ച് ഹർട്ടിങ് വേർഡ്സൊക്കെയാണ് പറയുന്നത്. പക്ഷേ യു ഹാവ് ടു ലിസൺ ദിസ്. ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യവും പറയാനായിട്ട് ഇനി ഉദ്ദേശിക്കുന്നില്ല. 2025 മുതൽ ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം. നമ്മൾ എന്ത് കൺവിൻസ്ഡ് ആണോ ആ കൺവിക്ഷനോടുകൂടി നിൽക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ എടുത്തിരിക്കുന്ന ദർശനങ്ങളെ അത് പൂർണ്ണമായിട്ടും നമുക്ക് അംഗീകരിക്കാനും നമുക്ക് മനസ്സിലാക്കാനും നമ്മൾ അതിനെ ഫോളോ ചെയ്യാനും നമുക്ക് പറ്റണം. എവിടെ നമുക്ക് ഡിഫക്റ്റ് ഉണ്ട്, എവിടെ നമുക്ക് പ്രശ്നമുണ്ട്, അതിനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് വച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. നോളജിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അറിവെന്ന് പറയുന്നത് വളരെ നല്ലതാണെങ്കിലും ഈ അറിവ് കൊണ്ട് ചീർപ്പിക്കുന്നതല്ലാതെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, സത്യം നമ്മളെ സ്വതന്ത്രമാക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇൻറ്റിമസി വളരെ പ്രശ്നമായിട്ടുള്ളൊരു വിഷയമാണ്. യോഹന്നാൻ 4:22 സമരക്കാരത്തി സ്ത്രീയോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് പേര് വർഷിപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. പക്ഷേ അവനെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കർത്താവ് ചോദിച്ചു. പലരും അറിയാതെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. എന്താണ് ഈ സത്യമെന്ന് പറയുന്നത്? യേശുവിനെ അറിഞ്ഞ് യേശുവുമായിട്ടുള്ള ഇൻറ്റിമസി ഇല്ലാതുള്ള ആരാധന കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യേശുവുമായിട്ടുള്ള ഇൻറ്റിമസിയിൽ എനിക്കും നിങ്ങൾക്കും ആരാധിക്കാൻ കഴിഞ്ഞാൽ അത് ആരാധനയാണ്. അതല്ലെങ്കിൽ അത് ആരാധനയല്ല. വെറും പാട്ട് പാടാനും കൈയടിക്കാനും മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കാനും മാത്രം കഴിഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും നമുക്കില്ല. നമുക്ക് വളരെ താളക്കൊഴുപ്പോടുകൂടി നമുക്ക് പാട്ട് പാടാം, വളരെ ഇമോഷണലായിട്ട് നമുക്ക് പാട്ട് പാടാം.
ഇതൊക്കെ നല്ലതായിരിക്കും ചിലപ്പോൾ. പക്ഷേ ദൈവത്തോടുള്ള ഇൻറ്റിമസി നഷ്ടപ്പെട്ടുകൊണ്ട് ഞാനും നിങ്ങളും കർത്താവിനെ സ്തുതിച്ചാലും ആരാധിച്ചാലും അത് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ചെയ്യുന്നില്ല. പരീശന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാനിവിടെ നിർത്താൻ പോവുകയാണ്, ഈ സബ്ജക്റ്റ് തുടങ്ങിയതേ ഉള്ളൂ, റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കർത്താവ് പറഞ്ഞു, എന്താ കർത്താവ് പറഞ്ഞത്? പരീശന്മാരോട് നോക്കിയിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് കർത്താവ് അവിടെ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്നറിയോ? നമുക്ക് എടുക്കാം, ആ ഭാഗം നമുക്ക് എടുക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5:39-40 ശ്രദ്ധിച്ച് നോക്കിയാട്ടെ. അവിടെ എന്താ പറയുന്നത് നോക്കിയാട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാമത് അധ്യായം, മോനെ അടുത്ത അധ്യായം 5-ാമത് അധ്യായം, അതിൻ്റെ പരീശന്മാർ. നിങ്ങൾക്കറിയാം പരീശന്മാർ ആരാണ് അല്ലേ? ഫാരിസീസ്. മലയാളം അറിയാലോ അല്ലേ എല്ലാവർക്കും? ഫാരിസീസ്, പരീശന്മാർ. അവരെന്ത് ചെയ്യുന്നു? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു. ശോധന ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ബെറിയൻസിനെ കുറിച്ച് പറയുമ്പോൾ കഥ പറഞ്ഞിട്ടുണ്ട്, തിരുവെഴുത്തുകളെ അവിടെ പോയി എല്ലാ ദിവസവും ശോധന ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ബെറിയൻസ്, നല്ലതാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു. You assume that in the word of God there is eternal life. നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നു എന്നുള്ളതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. അതിൻ്റെ താഴെ 40-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവ് എന്താ ഉദ്ദേശിച്ചത്? കർത്താവ് പറഞ്ഞു 39-ാമത് വാക്യത്തിൽ പറഞ്ഞത്, നിങ്ങൾ നിത്യജീവൻ ഉണ്ടെന്ന് നിരൂപിച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനങ്ങളെ പരിശോധിക്കുന്നു, വചനങ്ങൾ വായിക്കുന്നു, വചനങ്ങൾ ഹൃദയസ്ഥമാക്കുന്നു, വചനങ്ങൾ പഠിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വചനങ്ങളെല്ലാം തന്നെ എന്നെയാണ് സാക്ഷീകരിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾ വിറ്റ്നസിങ് മീ, ജീസസ് ക്രൈസ്റ്റ്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നില്ല? എങ്കിലും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ്റെ അടുക്കലേക്ക് വരുവാനായിട്ട് യാതൊരു താല്പര്യവുമില്ല. ഇൻറ്റിമസിക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് അടുത്ത് വരുന്നതിൽ യാതൊരു താല്പര്യവുമില്ലാത്ത പരീശന്മാരെ നോക്കിയിട്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാനും നിങ്ങളും പരീശത്വമാണോ എടുത്തിരിക്കുന്നതെന്നൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. കർത്താവിനോട് ചേരുന്നതിൽ, കർത്താവിനോട് കൂടി ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് വയ്ക്കുന്നതിൽ നോളജിന് ഒരു സ്ഥാനവുമില്ല എന്ന് ഞാൻ പറയട്ടെ. ഒരു സ്ഥാനമില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് അത് അങ്ങനെ തന്നെ അങ്ങ് എടുത്തേക്കരുത്. നോളജിന് സ്ഥാനമുണ്ട്, പക്ഷേ ഈ അറിവ് നിങ്ങളെ ബന്ധത്തിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, അറിവ് നിങ്ങളെ ഇൻറ്റിമസിയിലേക്ക് നയിക്കുന്നില്ലെങ്കിൽ, അറിവ് നിങ്ങളെ കർത്താവിലേക്ക് അടുപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അറിവ് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതാ കർത്താവ് പറഞ്ഞത്, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുന്നില്ലെങ്കിൽ യാതൊരു പ്രയോജനവും ആ സത്യം ഏറ്റെടുത്തത് കൊണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രക്ഷയെക്കുറിച്ച് പറയാൻ ഇടയായത്. എൻ്റെയും നിങ്ങളുടെയും രക്ഷയെക്കുറിച്ച് കൂടുതൽ ഗണ്യമായി ചിന്തിക്കേണ്ടുന്ന സമയങ്ങളാണിത്. നമ്മുടെ കൺവിക്ഷനെ കുറിച്ച് ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ കൺവിക്ഷൻ, നമ്മൾ എന്താണ്, നമ്മൾ ആരാണ്, നമ്മൾ എങ്ങനെയുള്ളവരാണ്, നമ്മുടെ സഭ എങ്ങനെയുള്ളതാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് മറ്റൊരാളോട്, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, ഞങ്ങളുടെ സഭയിലേക്ക് നിങ്ങൾ കടന്നു വാ, ദൈവവചനത്തെക്കുറിച്ച് ആഴത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടൊക്കെ പറ്റും എന്ന് പറയാനായിട്ട് എത്ര പേർക്ക് കഴിയും? ഒരു ഓണർഷിപ്പ് എടുക്കാൻ ആരും വില്ലിങ് അല്ല. ഞാൻ പറയട്ടെ, ഇവിടെ കടന്നു വരുന്ന ദൈവമക്കൾ ഓരോരുത്തരും ആ ഓണർഷിപ്പിലേക്ക് വരണം. അതിനെന്താ തടസ്സം എന്നുള്ളത് എനിക്കറിയത്തില്ല. ആ ഓണർഷിപ്പ് നിങ്ങൾ ഓരോരുത്തരും എടുക്കുക. ഇവിടെ ഞായറാഴ്ച വന്ന് നമ്മൾ അങ്ങനെ കടന്നു പോകുന്നത് എനിക്ക് സന്തോഷമുണ്ട്, നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. അത് തീർച്ചയായിട്ടും എല്ലാവരും കടന്നു വരണം. കഴിവതും നിങ്ങൾ അതിനോട് വളരെ താല്പര്യം കാണിക്കണം. കാരണം അതൊരു വലിയൊരു കാര്യമാണ്. അത് നമുക്കെല്ലാവർക്കും ആ ഫെലോഷിപ്പിൻ്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് തരും.
ഇവിടെ ഒരുപാട് കുറവുകളുണ്ടാകും. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പുറത്ത് ഉള്ളതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കുറവുണ്ടാവുമായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ദർശനത്തിനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾക്കും ഒരു കുറവില്ലാത്തതായിരിക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എത്ര സിൻസിയറിറ്റി, എത്ര ആത്മാർത്ഥത ദൈവവചനത്തോടും ദൈവത്തോടും കാണിക്കാൻ പറ്റുമോ അത്രത്തോളം കാണിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവിടെ തെറ്റുണ്ടോ കുറവുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ഓണർഷിപ്പ് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഓരോരുത്തരും ഓണർഷിപ്പ് എടുക്കണം. ആ ഓണർഷിപ്പിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് കഴിവതും സൺഡേകളിൽ എല്ലാവരും ഒത്തൊരുമിച്ച് ഏതെങ്കിലും ഒരു സാധ്യതകളില്ലെങ്കിൽ നിങ്ങൾ സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രം, എത്രമാത്രം എമർജൻസി ഉള്ള സമയങ്ങളിൽ മാത്രം നിങ്ങൾ വിട്ടു നിൽക്കുക. അല്ലാത്ത സമയത്ത് നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് കടന്നു വരികയും എല്ലാവരെയും നിങ്ങൾ ആ ഫെലോഷിപ്പിൻ്റെ പാർട്ടാക്കി മാറ്റുകയും ആരെങ്കിലും ഇല്ല എന്നറിഞ്ഞാൽ അവരെ വിളിക്കാനും ഒക്കെ തയ്യാറാകണം. ഈ ഓണർഷിപ്പ് ഇല്ലാത്തവർ ആരും ഇവിടെ കടന്നു വരരുത് പ്ലീസ്. പല സഭകളിൽ പലയിടത്ത് പോകുന്നവർ കഴിവതും കടന്നു വരാതിരിക്കുക. ഇഫ് യു ആർ കമ്മിങ് ഹിയർ, യു പ്ലീസ് കം ഹിയർ. വേറെ ഏതെങ്കിലും സഭകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ജസ്റ്റ് ഗോ ദെയർ, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓപ്പൺ. കഴിവതും നിങ്ങളത് ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക. ഐ ലൈക്ക് ഇറ്റ്. ഞാനത് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ പെയിൻ എന്ന് പറഞ്ഞാൽ ഈ ദർശനങ്ങളെ പ്രാപിക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ കൺവിക്ഷൻ, സഭയുടെ കൺവിക്ഷൻ എന്താണ്, നമ്മുടെ കൂട്ടായ്മയുടെ കൺവിക്ഷൻ എന്താണെന്നുള്ള അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെ പ്രയാസമുണ്ട്. കുറവുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് കുറവുകളുണ്ടാവും. ഐ എം നോട്ട് എ ഗുഡ് ലീഡർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് ഒന്നും എനിക്ക് ക്വാളിറ്റി ഒന്നുമില്ല. ബൈബിൾ കോളേജ് ഞാൻ പഠിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തോടുള്ള ഒരു ആത്മാർത്ഥത എനിക്കുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഐ എം കൺവിൻസ്ഡ് ഓൺ വാട്ട് ഐ എം ബിലീവിങ്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഞാനൊരു പാസ്റ്ററാണെന്ന് അറിയാതെ പല സഭകളിലും സഹോദരനെ ഞങ്ങളുടെ സഭയിലേക്കൊന്ന് കടന്നു വരാമോ എന്ന് ചോദിക്കുന്ന വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊരു പാസ്റ്ററാണെന്ന് അറിയുന്നില്ല, അറിയാതെ. എന്ന് പറഞ്ഞാൽ those people are considering their church ownership ഉണ്ട് അവർക്ക്. അതുകൊണ്ട് അവർ എന്നെ വിളിക്കുന്നത് അങ്ങോട്ട് ചർച്ചിലേക്ക്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? We should take up ownership. നമ്മുടെ കൂട്ടായ്മ, സഭ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലാണ്. നമ്മുടെ കൂട്ടായ്മയ്ക്കൊരു പ്രാധാന്യമുണ്ട്. ഡോണ്ട് സീ, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നവർ പ്ലീസ് ഗോ ദെയർ. ഐ ട്രസ്റ്റ്, ഞാൻ നിങ്ങളെ സന്തോഷത്തോടു കൂടി തീർച്ചയായിട്ടും ഞാനത് അയക്കാം. നോ പ്രോബ്ലം, ഒരു രീതിയിലുള്ള വിഷമമില്ല. ബട്ട് ബി ഷുവർ ദാറ്റ് യു ആർ പാർട്ട് ഓഫ് ദിസ്. എന്നാൽ മാത്രമേ നമുക്ക് ആ ദർശനത്തെയും നമുക്ക് ആ ഒരു കൺവിക്ഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ബന്ധങ്ങൾ ഇമോഷണൽ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഇമോഷനെ ഏറ്റവും കൂടുതൽ പെരുപ്പിച്ചുകൊണ്ടുള്ള ഒരു ബന്ധമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് റിയാലിറ്റിയിലുള്ള ബന്ധമാണ് നമുക്ക് വേണ്ടത്. വാസ്തവമായിട്ട് എനിക്ക് സ്നേഹമുണ്ടോ? വാസ്തവമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? വാസ്തവമായിട്ട് റിയാലിറ്റിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? റിയാലിറ്റിയിൽ എന്ത് ഉണ്ട്, കുറവുണ്ട്, അതിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു കാരണവശാലും ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. അത് ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്നൊരു വലിയ സത്യമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യത്തിനും അങ്ങനെയുള്ള പിരിവുകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒന്നും എടുക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. നെവർ എവർ ഞാൻ അത് ആ രീതിയിൽ ഞാൻ ചോദിക്കാനോ പറയാനോ പോകുന്നില്ല. ഇറ്റ് ഈസ് യുവർ ലൈക്ക്നെസ്. നിങ്ങൾക്ക് ദൈവവചനത്തിൻ്റെ കൺവിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഇടുകയും നിങ്ങളത് ചെയ്യുകയും ചെയ്യാം. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് ഡീലിംഗ്. അതിനതിൻ്റേതായിട്ടുള്ള മാനേജ്മെൻ്റ് ഉണ്ട്, അതിനതിൻ്റേതായിട്ടുള്ള കണക്കുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. 5 പൈസ പോലും നിങ്ങളുടെ പൈസ വേസ്റ്റ് ആകില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പ് തരാനായിട്ട് പറ്റും. ഞാനിത് പറയുന്നതിൻ്റെ കാര്യം, നമ്മുടെ ഇൻറ്റിമസി എന്ന് പറയുന്നത് ദൈവത്തോട് എത്രമാത്രം
ആഴത്തിലുണ്ടെന്ന് നമ്മുടെ സ്വഭാവങ്ങളിൽ നിന്നും, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള റിലേഷൻഷിപ്പുകളിൽ നിന്നും, നമ്മുടെ ബന്ധങ്ങളിൽ നിന്നും, നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഒക്കെ കാണാനായിട്ട് കഴിയും. ഈസിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഞാനിവിടെ നിർത്താൻ പോവുക. നമ്മളൊരു തീരുമാനം എടുക്കണം. 2025 നമ്മൾ കടക്കുമ്പോൾ ഞാൻ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഉണ്ടെങ്കിൽ ഞാനൊരു തീരുമാനമെടുക്കണം. എനിക്ക് കർത്താവേ, 2025 ഞാൻ വെറും അഴകുഴപ്പനായിട്ട് പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. കർത്താവേ, എനിക്ക് നിന്നെ വേണം. ഞാനും എൻ്റെ രക്ഷ എന്ന് പറയുന്നത് ഞാൻ കേട്ടു, സത്യം മനസ്സിലാക്കി, എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഞാൻ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് എനിക്ക് പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞാൻ നിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തോടു കൂടി നമുക്ക് പോകാൻ പറ്റുമോ? ദെൻ ഇറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ്. നമുക്കിനി ഒരാഴ്ചയുടെ സമയമേ ഉള്ളൂ 2025 നമുക്ക് കടക്കാനായിട്ട്. ഐ നോ വാട്ട് ഐ എം. ഞാൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾക്ക് പെയിൻ ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാവാം. ബട്ട് ഇറ്റ് ഹാസ് ടു ബി. നിങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ മാറ്റം വരുത്തും. സ്തോത്രം. ദൈവത്തിൻ്റെ ശക്തമായൊരു സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ശക്തരാക്കും, യാതൊരു സംശയമില്ല. സഭ എന്ന് പറയുന്നത് ഈ കൂട്ടമാണ്. നിങ്ങൾ ഏറ്റെടുക്കുകയും നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആ സപ്പോർട്ടും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഈ സഭയോട് ഉണ്ടായിരുന്നു. അത് ദൈവത്തോടാണ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങളതിനെ കൺസിഡർ ചെയ്യുക. എന്ത് നിങ്ങൾ പ്രവർത്തിച്ചാലും അത് കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് ഹാസ് നോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിക്കോ പാസ്റ്റർ മാത്യുവിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കായിട്ടല്ല. നിങ്ങൾ കർത്താവായിട്ടുള്ള യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചത്. അതുകൊണ്ട് ദൈവമാണ് നിങ്ങളെ മാനിക്കുന്നത്, കർത്താവാണ് നിങ്ങളെ മാനിക്കുന്നത്. കർത്താവിൻ്റെ ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത്. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമുക്കൊരു തീരുമാനമെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. 2025 കർത്താവെ, ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവെ, എന്നെ നല്ലൊരു ആഴമേറിയ ഇൻറ്റിമസി ഉള്ള ഒരു ബന്ധത്തിലേക്ക്, കർത്താവെ, നീയുമായിട്ടുള്ളൊരു ആഴമേറിയ ബന്ധത്തിലേക്ക് എന്നെ നീ നടത്തണമേ എന്നൊന്ന് നമുക്കൊന്ന് ആശിക്കാം, നമുക്കൊന്ന് ആഗ്രഹിക്കാം. ദൈവം നമ്മളെ ആ രീതിയിൽ കരുതട്ടെ. ദൈവം നമ്മളെ അങ്ങനെ ആ രീതിയിൽ നടത്തുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആ കൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. ദൈവസ്നേഹമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ മക്കൾ ഓരോരുത്തരും 2025 പ്രവേശിക്കുമ്പോൾ ഒരാഴമേറിയ ബന്ധത്തിലൂടെ കടന്നു പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. രക്ഷയെ തന്നെ, ഞങ്ങൾ അനുഭവിക്കുന്ന രക്ഷയെ തന്നെ ഒന്നുകൂടി റിവൈവ് ചെയ്യുവാൻ, ഒന്നുകൂടി അതിനെ മനസ്സിലാക്കുവാൻ കർത്താവെ ഞങ്ങൾ ശ്രമിക്കുകയാണ്. കർത്താവെ, എഫേസ്യർ 4:20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ദൈവം നിങ്ങളെ മാനിക്കട്ടെ. കർത്താവ് നിങ്ങളെ അത്ഭുതകരമായിട്ട് സഹായിക്കട്ടെ. സകല മഹത്വവും നമുക്ക് കർത്താവിന് അർപ്പിക്കാം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു പിതാവേ. ആമേൻ. സ്തോത്രം.